എൻ്റെ പേര് രാജി അനീഷ്. ഞാൻ മുണ്ടക്കയത്തിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ 2022 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ചേട്ടന് തൊണ്ടയ്ക്ക് വേദന ഉണ്ടായിരുന്നു. അത് 2022 ഫെബ്രുവരി ആയപ്പോഴത്തേനും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അപ്പോൾ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ ചെയ്യണം, തൊണ്ടയ്ക്ക് എന്താ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചു. ബയോപ്സിക്ക് അയച്ചതിൻ്റെ റിസൾട്ട് മാർച്ച് മാസം 16-ാം തീയതിയാണ് കിട്ടുന്നത്. അപ്പോൾ അറിഞ്ഞു തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, അത് 3rd സ്റ്റേജാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 33 റേഡിയേഷൻ ചെയ്യണം, പിന്നെ കീമോ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ മെഡിക്കൽ കോളേജിൽ അതിന് താമസം പറഞ്ഞു. താമസം പറയാൻ കാര്യം, കേടുള്ള പല്ലുകളെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി വേദന കാരണം ഒന്നും കഴിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിൽ പല്ലെടുക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല. അപ്പം ഞങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് കോട്ടയത്ത് വന്ന് പല്ലെടുക്കണമെങ്കിൽ തന്നെ അവിടെ താമസിച്ച് വേണം. അപ്പം പുള്ളിക്ക് തീരെ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെയും ചെയ്യാമെന്ന് പറഞ്ഞു. 33 റേഡിയേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് മുഴുമിപ്പിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. ആളന്നേരം തന്നെ ഫുൾ ബോഡി വീക്കാണ്, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ തന്നെ പല്ലൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരായിരുന്നു. എന്നാൽ പോലും എങ്ങനെയും പൈസ ഉണ്ടാക്കാം, അവിടെ തന്നെ ചെയ്യാം എന്ന് ഞാൻ ധൈര്യം പറയുകയും അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. അങ്ങനെ അവിടെ അടുത്തൊരു വീട് എടുത്ത് 33 റേഡിയേഷൻ ഹോസ്പിറ്റലിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അപ്പം അതും ചെറിയൊരു തുകയ്ക്ക് ഞങ്ങൾക്ക് അവിടെ അടുത്തൊരു വീട് കിട്ടി. അവിടെ താമസിച്ചുകൊണ്ട് തന്നെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ 8:30-ക്കായിരുന്നു. അങ്ങനെ എന്നും രാവിലെ പോകും ചെയ്യും. അങ്ങനെ 8ാമത്തെ റേഡിയേഷൻ ആയപ്പോഴത്തേനും തീരെ വായിക്കൂടെ ഒന്നും വെള്ളം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ട്യൂബ് ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 3 ദിവസം അഡ്മിറ്റായിരുന്നു. അങ്ങനെ ട്യൂബ് ഇട്ടപ്പോൾ വായിലെ വേദനയും ഈ ട്യൂബ് ഇട്ടതിൻ്റെ വേദനയും എല്ലാം കൂടെ ചേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്താണ് ആരോ, എനിക്കറിയത്തില്ല, ഏതോ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നിനക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ ദൈവങ്ങളെയും എനിക്ക് വിശ്വാസമാണ്, എനിക്ക് എങ്ങനെ എൻ്റെ ഏട്ടൻ്റെ അസുഖം ഒന്ന് മാറ്റി തന്നാൽ മതി. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്നൊരു അമ്മയുടെ ഒരു ആലയമുണ്ട്, നമുക്ക് അവിടുത്തെ ഒരു പത്രമുണ്ട്, ഞാൻ മോൾക്ക് തരാം, അത് വെച്ച് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ പത്രം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡിസ്ചാർജായി അവിടെ തന്നെ അടുത്തുള്ള വീട്ടിലോട്ട് തന്നെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോഴും ഏട്ടന് ഒട്ടും പറ്റുമായിരുന്നില്ല. ആൾ എപ്പോഴും മയക്കമാണ്, ഒന്നും കഴിക്കുന്നുമില്ല, അങ്ങനെ വർത്താനമൊന്നും പറയത്തില്ല. ആ അവസ്ഥയിൽ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പത്രം വായിക്കും. എപ്പോഴും എനിക്കും വിഷമം വേദന തോന്നുമ്പോൾ എല്ലാം ഞാൻ ഈ സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ധൈര്യം, എനിക്ക് മനസ്സിന് തന്നെ ഒരു ധൈര്യം കിട്ടുമായിരുന്നു. എല്ലാം അമ്മ നോക്കിക്കോളും, അമ്മ മാറ്റിത്തരും. അപ്പം ഞാൻ അന്നേരം തന്നെ തീരുമാനിച്ചു ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ 33 റേഡിയേഷൻ, അതായത് നല്ല ആരോഗ്യമുള്ള വ്യക്തികൾക്ക് പോലും ഇത് തലയ്ക്കാണ് ചെയ്യുന്നത്. ആ 33 റേഡിയേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പലരും BP താന്നു പോകുക, പിന്നെ ഷുഗർ, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് നിർത്തിപ്പോയ സാഹചര്യത്തിലും എൻ്റെ ചേട്ടന് 33 റേഡിയേഷനും പൂർത്തിയാക്കാൻ പറ്റി. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്പോഴത്തേനും ആളാകെ ബോഡി വീക്കായിരുന്നു, ഒരു കിടപ്പ് തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളപ്പോഴും ഈ പത്രം ഞാൻ മാറ്റിയിട്ടില്ല, എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു കൊച്ച് ഇവിടെ വന്ന് സാക്ഷ്യം എടുക്കുകയും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ആ കൊച്ച് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ കൊച്ചിന് ഒമാനി ജോലി കിട്ടി. അപ്പോൾ ആ കൊച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അമ്മയുടെ അടുത്ത് അനീഷേട്ടനെ അമ്മയുടെ മണ്ണിലെത്തിച്ച ഏട്ടൻ്റെ അസുഖം മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി പിടിച്ച് ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പം ചേട്ടന് അന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്, ഒരു വെള്ളം പോലും കുടിക്കാതെ മുണ്ടക്കയത്ത് നിന്ന് ഇവിടെ വരുന്നത്. ഞങ്ങളപ്പോൾ ചായ മാത്രം കുടിക്കാം ബായിക്കൂടെ. അങ്ങനെ ആ ട്യൂബ് വഴിയാണ് ഭക്ഷണം കൊടുക്കുന്നത്. ട്യൂബിൽ കൂടെ ഞാനത് കുപ്പിക്കകത്ത് കൊണ്ടുവരും, അതൊരു നേരം കൊടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ വന്നിരുന്ന് അമ്മയോട് പ്രാർത്ഥിച്ച്
ഞങ്ങൾ പോയി. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ എന്നും എനിക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയുമായിരുന്നില്ല. ഇവിടെ വെച്ച് ഉടമ്പടിക്ക് അച്ഛൻ പറഞ്ഞു തന്നതുപോലെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലും, വൈകുന്നേരം നമ്മുടെ പ്രാർത്ഥന വൈകുന്നേരത്തെ ചൊല്ലും, വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ നമ്മുടെ അടുത്ത് തൊട്ട് ഫ്രണ്ടിലൊരു കുരിശുപള്ളിയാണ്. അവിടെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ അമ്മയ്ക്ക് തിരി കത്തിക്കുന്നതാണ്. അവിടെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പിന്നെ അവിടെ മെയ് മാസമൊക്കെ നടക്കുമ്പോൾ അവിടെ വണക്കമാസത്തിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിലെല്ലാം പങ്കാളികളാകാറുണ്ട്. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടന് വീണ്ടും നാക്കിനും വായിക്ക് വേദന വന്നപ്പം ഞങ്ങൾ വീണ്ടും ആശുപത്രി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇനിയും അസുഖത്തിൻ്റെ ആണോ എന്ന് സംശയമുണ്ട്, പക്ഷേ ഇനി അസുഖം ഉണ്ടായാൽ നാക്ക് ഫുള്ള് റിമൂവ് ചെയ്ത് കളയണം. പിന്നെ പെറ്റ് സ്കാൻ ചെയ്തായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ചങ്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു നെഡ്യൂൾ പോലെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഏട്ടൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ എല്ലാ വിഷമവും ഞാനും എൻ്റെ അനിയത്തിയും മാത്രം ഉള്ളിൽ ഒതുക്കുമായിരുന്നു. ഞങ്ങളൊന്നും ഏട്ടൻ്റെ മുന്നിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒന്നും ഉണ്ടാകരുതേ, ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു, അമ്മ മാതാവ് വിശ്വസിക്കുന്നു, എൻ്റെ ഏട്ടൻ്റെ അസുഖം അമ്മ മാറ്റിത്തരണം. ഞാൻ പിന്നെ അവിടെ വെച്ച് വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ചപ്പോൾ ആ റിപ്പോർട്ട് വന്നപ്പോൾ നെഗറ്റീവായിരുന്നു. ഞാൻ അന്നേരവും എപ്പോഴും എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് വെച്ച് ഞാൻ എപ്പോഴും അമ്മയോട് പറയും, അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് അഭയം, അമ്മ മാത്രമേ ഉള്ളൂ തോണം. അങ്ങനെ നെഗറ്റീവായി. ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്നു. ഏട്ടൻ കുറേശ്ശെയൊക്കെ വായിക്കൂടെ കഴിക്കാനൊക്കെ തുടങ്ങി, ചോറൊക്കെ കുറേശ്ശെ കഴിക്കാനൊക്കെ തുടങ്ങി ഇരുന്ന സമയത്താണ് ഈ മെയ് മാസം 23-ാം തീയതി ആയപ്പോൾ ഏട്ടന് പെട്ടെന്നൊരു പനി ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ട്രിപ്പ് ഇട്ടു, മരുന്നുകളെല്ലാം ചെയ്തു. അവർ വൈകുന്നേരം ആയപ്പം വേർത്ത് പനിയൊക്കെ വിട്ടു. വീട്ടിൽ വന്നതിന് ശേഷം അതുപോലെ തന്നെ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ നമ്മുടെ തൈലം വെച്ച് കുരിശ് വരച്ച് ഏട്ടൻ്റെ കവിളിലും തേച്ച് എല്ലാം കൊടുക്കാറുണ്ടായിരുന്നു. ചങ്കിനും കുരിശ് വരയ്ക്കും. അന്നും അതുപോലെ തന്നെ ചെയ്തിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. രാത്രി ആയപ്പോൾ ഏട്ടന് ഭയങ്കര പരവേശം എടുത്തു. അപ്പം ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുറച്ച് ഗ്ലൂക്കോസ് പൊടി കലക്കി അങ്ങനെ കുടിച്ചെന്ന് പറഞ്ഞു. രാവിലെ ഞാനൊരു 4:30 ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റപ്പോഴത്തേനും കൊണ്ട് പുള്ളി ഉറങ്ങാതെ എണീറ്റിരിക്കുക. അപ്പോൾ ഈ അസുഖം തുടങ്ങിയ പിന്നെ അങ്ങനെ ഉറക്കം കുറവാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്നായിട്ടാന്ന് ചോദിച്ചു, പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥത പോലെ ചങ്കിൻ്റെ ഭാഗത്തൊരു വേദന പോലെയൊക്കെ ഉണ്ട്, എന്നാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് എന്നാണേലും ആശുപത്രിയിൽ പോകാം, എന്നാ ചെയ്യുന്നേ. അപ്പം 5 മണി കഴിഞ്ഞു. ഞാൻ തിരികെത്തിച്ച് വെച്ച് നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഏട്ടനും എണീറ്റിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലങ്ങ് തോന്നി, എന്നാണേലും വേണ്ട, പൈസ ഇല്ലേലും എവിടുന്നേലും മേടിച്ചിട്ടായാലും കാരിത്താസിൽ തന്നെ കൊണ്ടുപോകാം. അവർക്കാകുമ്പോൾ അറിയാമല്ലോ, ട്രീറ്റ്മെൻറ്റ് അവിടെ ആയിരുന്നല്ലോ. അങ്ങനെ പൈസയില്ല. ഞാൻ അടുത്ത 2-3 വീട്ടിൽ കൂടെ പോയി. എനിക്ക് അവിടെ നിന്ന് 4000 രൂപ കിട്ടി. പിന്നെ ഒരു 500 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് 500 മേടിച്ച് അങ്ങനെ 5000 രൂപയാണ്. എന്നാലും വണ്ടിക്കൂലി വേണമെങ്കിൽ അവിടെ വരെ വരണമെങ്കിൽ 3500 രൂപ മേളിൽ വേണം. മുതലാളിയെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മുതലാളിയെ വിളിച്ചപ്പോൾ വണ്ടി വിട്ടു തന്നു. മുതലാളിയുടെ ഡ്രൈവറും വന്നു. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടന് തീരെ വയ്യെന്നായി. അപ്പം അവിടെ ആശുപത്രിയുടെ അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേനും പുള്ളി കുഴഞ്ഞു വീഴാൻ പോയി, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ആശുപത്രിയിൽ കാഷ്വാലിറ്റി കൊണ്ടുപോയി. കാഷ്വാലിറ്റി കയറ്റി അവർ ട്രീറ്റ്മെൻറ്റ് നോക്കിയിട്ട് പറഞ്ഞു ന്യൂമോണിയ ആണ്, 95% രക്തത്തിലും കളന്നിട്ടുണ്ട്, ലെൻസിന് ബാധിച്ചിട്ടുണ്ട്, പുള്ളിയുടെ സ്ഥിതി ക്രിട്ടിക്കലാണ്, പെട്ടെന്ന് അഡ്മിഷൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പൈസയില്ല, പൈസയുടെ ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത്. ഏട്ടനിങ്ങനെ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവനും എന്നാ ചെയ്യണമെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും അഡ്മിറ്റാകാം. അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവർ പെട്ടെന്ന് ഓക്സിജൻ മാസ്ക് വെച്ച് നേരെ ICUലോട്ട് കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു മോള് പോയി അഡ്മിഷൻ എടുത്തിട്ട് പോരും, പൈസ പിന്നെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ അമ്മയുടെ അനുഗ്രഹം. അങ്ങനെ ഞാൻ അഡ്മിഷൻ എടുത്ത് കൊണ്ടുപോയിട്ട് ഞാൻ മുതലാളിയെ വിളിച്ച് പറഞ്ഞു ഏട്ടൻ ഇങ്ങനെയാണ് പറയുന്നത്, അഡ്മിറ്റാക്കി, ഇങ്ങനെ പൈസ 15000 രൂപ കിട്ടണമെന്ന് പറഞ്ഞു. ഉടനെ അന്നേരം തന്നെ മുതലാളി എനിക്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് തന്നു. ഞാൻ പൈസ അടച്ചു. അത് കഴിഞ്ഞ് അത് രാവിലെ ഒരു 11 മണിയായപ്പോഴാണ്. ഉച്ചയായപ്പോഴത്തേനും അവർ പറഞ്ഞു പുള്ളിക്ക് സ്വന്തം ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല, വെന്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു. അപ്പം അതിന് സമ്മതം ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ ഈ റേഡിയേഷൻ ചെയ്തുകൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല അധികം, അതുകൊണ്ട് വായിക്കൂടെ കിടത്തുന്ന കാര്യം റിസ്ക്കാണ്, അതുകൊണ്ട് ചിലപ്പോൾ തൊണ്ട തുളയ്ക്കേണ്ട വരും എന്ന് പറഞ്ഞു.
ഞാൻ അമ്മയെ അങ്ങനെയൊന്നും ഇടവരുത്തരുതേ പ്രാർത്ഥിച്ച് ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6 മണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർമാർ വന്ന് പറഞ്ഞു വെൻറ്റിലേറ്ററിലാക്കിയിട്ടുണ്ട്, ഒരാൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞു. ഞാൻ കാശ് രൂപ ഉടമ്പടി തൈലവും കൈവച്ച് ഞാൻ കയറി. ICU ചെന്നപ്പം വെൻറ്റിലേറ്ററിലാണ്. പക്ഷേ അവിടെ അമ്മ അനുഗ്രഹിച്ച് തൊണ്ട തുറക്കേണ്ട വന്നില്ല, വായിക്കൂടെ തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളൊരു തരത്തിലാണ് ചെയ്തത്, വായിക്കൂടെ ചെയ്യാൻ പറ്റി. അപ്പം ആൾക്കൊരു ബോധമില്ല, ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ BP ഭയങ്കരമായിട്ട് ലോയാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. അന്ന് രാത്രി പ്രാർത്ഥനയോടെ വെളിയിലിരുന്നു. ഞാൻ അവിടെ നിന്ന് കയറിയപ്പോൾ ഉടമ്പടി തൈലം തേച്ചു പ്രാർത്ഥിച്ചു. അമ്മ മാതാവിനെ ഏൽപ്പിച്ചു, ഞാൻ എൻ്റെ ഏട്ടനെ ഏൽപ്പിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ കയറി കണ്ടപ്പോൾ പറഞ്ഞു ആൾ ഭയങ്കര വീക്കാണ്, BP തീരെ താന്നു പോയേക്കുവാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നോക്കാം എന്നേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു. വൈകിട്ട് കയറിയപ്പം പറഞ്ഞു എന്താകും എന്നറിയത്തില്ല, എപ്പോൾ വേണേലും മരണം സംഭവിക്കാം, 5 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ കയറി, ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ സിസ്റ്റർമാർ പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കാതെ പ്രാർത്ഥിക്ക് വെളിയിൽ പോയിരുന്നെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ എനിക്ക് ഇരിക്കത്തില്ല. അതിനു മുമ്പ് അഡ്മിറ്റ് ആക്കിയപ്പം മുതലേ ഞാൻ പറഞ്ഞു, ആ ഒമാനിലുള്ള കൊച്ചെന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ അടുത്ത് പോകും, അമ്മയെ അനീഷേനെ ഏൽപ്പിച്ചിട്ട് ചേച്ചി പൊക്കോ, അമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരികയില്ല, അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, എന്താകും ഹോസ്പിറ്റലിലെ അവസ്ഥ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അന്നേരം പോകുന്നില്ല. പക്ഷേ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കവിടെ ഇരിക്കത്തില്ല. ഞാൻ അനിയത്തിയോട് പറഞ്ഞു അനിയനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോകാം, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ വീണു പോകും, കാരണം ഞാനും ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അത്രയും വരെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയത് ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് കഴിഞ്ഞ് വെളുപ്പിന് 5 മണിയായപ്പോൾ ഞങ്ങൾ താഴെ വന്ന് ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നു. രാവിലെ വന്നപ്പോൾ ഇവിടെ നല്ല ആളാണ്, സിസ്റ്ററെയൊക്കെ നോക്കി, ഇവിടെ ആരെയും കണ്ടില്ല. ഞാൻ അന്ന് ഇവിടെ വന്നു, ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു, കരഞ്ഞു, പ്രാർത്ഥിച്ചു. എനിക്ക് അമ്മയേ ഉള്ളൂ, എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തരണം, എൻ്റെ ഏട്ടനെ എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ എവിടെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഏട്ടനെ കൊണ്ട് വീട്ടിൽ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അപ്പുറം ചെന്ന് ബ്രദറോട് എന്നിട്ട് അമ്മേനെ നോക്കിയപ്പോൾ അമ്മ എന്നെ ചിരിച്ചു കാണിക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് മനസ്സിനൊരു ധൈര്യം, ഞാൻ എന്തിനു പേടിക്കണം, ഞാൻ അമ്മേനെ അഭയം പ്രാപിച്ചതാണ്, അമ്മ എന്നെ കൈവിടുകയില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ എഴുന്നേറ്റ് പോയി. അവിടെ അപ്പുറത്ത് ചെന്ന് ബ്രദറോട് പറഞ്ഞു എനിക്ക് അമ്മയ്ക്ക് ഒലിവെണ്ണയ്ക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു സമയമായില്ല, ഓഫീസ് തുറന്നില്ല, ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടൻ വെൻറ്റിലേറ്ററില്ല, എന്താകുമെന്ന് എനിക്കറിയില്ല, എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ മോള് വാന്നും പറഞ്ഞ് വന്നു, അവിടെ തുറന്നു വന്നു, പൈസ അടിച്ചു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു എന്തിനാ പേടിക്കുന്നേ, മോൾ അമ്മയുടെ അടുത്തല്ലേ വന്നേ, അമ്മയില്ലേ, നിങ്ങൾ എന്തിനു പേടിക്കണം, നീ ചെല്ലുന്നതിന് മുമ്പ് അമ്മ അവിടെ എത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ എനിക്ക് നല്ല ധൈര്യമൊക്കെ ആയിരുന്നു. ആശുപത്രി ചെന്നപ്പോൾ വീണ്ടും എനിക്ക് പേടിയായി. ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത് രാവിലെ എന്നറിയില്ലല്ലോ. ഞാനവിടെ വെളിയിലിരിക്കുക കസേരയിൽ. അപ്പോൾ അനിയത്തിയോട് ഞാൻ പറഞ്ഞു ഡോക്ടർ അനീഷിൻ്റെ ബൈസ്റ്റാൻഡർ വരാൻ പറഞ്ഞപ്പോഴേ എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരത്തില്ല, നീ കയറി പോയിട്ട് വരാൻ പറഞ്ഞു. അവളും അനിയനും കൂടെ കയറി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ആൾ ബെറ്ററായി വരുന്നുണ്ട്, എവിടെ രാജി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ആ രാജിക്ക് പേടി, അവൾ വെളിയിലിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ ഇന്നലെ അത്ര ഇതായിട്ടാണ് രാജിയോട് സംസാരിച്ചേ, പക്ഷേ ഇന്നലത്തെ കണ്ടീഷൻ അതായിരുന്നു, പക്ഷേ ഇന്ന് ആൾ റിക്കവറായി വരുന്നുണ്ട്, BP കയറി വരുന്നുണ്ട്, മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ തലേദിവസം അവർ പറഞ്ഞത് 5 മണിക്കൂറും കൂടെ ഇങ്ങനെ ഈ മരുന്ന് 3 മരുന്നിൻ്റെ സപ്പോർട്ടോടെയാണ് BP നിൽക്കുന്നത്. ഈ കണ്ടീഷൻ ഇപ്പോൾ തന്നെ കിഡ്നി ഫെയിലർ ആയിട്ടുണ്ട്, തലച്ചോറിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, തലച്ചോറിനകത്ത് ബ്ലഡ് എല്ലാം മൊത്തം ഇൻഫെക്ഷനാണെന്നാണ് അവൻ പറഞ്ഞത്. ആ രാവിലെ എന്നോട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു BP കയറി വരുന്നുണ്ട്, മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി, ആൾ ബെറ്ററായി, കണ്ണ് തുറന്നെന്ന് പറഞ്ഞു. ഞാൻ കയറി ചെല്ലുമ്പം 2 ദിവസവും കണ്ണും അടിച്ച ഒരനക്കം പോലും ഇല്ലാതെ കിടന്ന എൻ്റെ ഏട്ടൻ ഞാൻ ചെല്ലുന്ന നോക്കി കിടക്കുവാണ്. എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ പോയി അമ്മയുടെ അടുത്ത്, അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഏട്ടനെല്ലാം മാറും, ഏട്ടൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു, നമുക്ക് അമ്മയല്ലേ ഉള്ളേ എന്ന് പറഞ്ഞ് ഞാൻ കാശ് രൂപ നെറ്റിക്ക് വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പം എന്നോട് കണ്ണടച്ച് ഏട്ടൻ ഇങ്ങനെ കാണിച്ചു,
ഞാൻ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, തൈലം ഏട്ടന് കുരിശ് വരച്ചു, പ്രാർത്ഥിച്ച്. ഇപ്പം എനിക്കൊരു ധൈര്യമായി. ഇത്രയും ശരിയാക്കി തന്ന അമ്മ ബാക്കിയും എനിക്ക് ശരിയാക്കി തരും. എൻ്റെ ഏട്ടൻ്റെ അടുത്ത് അമ്മയുണ്ട്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കാശ് രൂപം അവിടെ തലയണയിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ ഈ അമ്മയെ ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, ഏട്ടനെ ധൈര്യമായിട്ട് കിടന്നോളാൻ പറഞ്ഞു. ഏട്ടന് ഒരു കുഴപ്പവും വരത്തില്ല, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അത് കഴിഞ്ഞോട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഏട്ടനെ പെട്ടെന്ന് തന്നെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി. BP-യുടെ മരുന്ന് ഓരോന്നായിട്ട് അവർ കുറച്ച് കൊണ്ടുവന്നു. പിന്നെ മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ പനി വിട്ടു, അസുഖങ്ങളെല്ലാം ഒരുവിധം എല്ലാം മാറാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ദിവസം പിന്നെ കയറുമ്പോഴെല്ലാം ഡോക്ടർമാർ പറയും ബെറ്ററായി വരുന്നുണ്ട്. അപ്പോഴും അവർ പറയും വെൻറ്റിലേറ്ററിലാണ്. അവരവരുടെ ഭാഗം അവർ പറയണമല്ലോ. അവർ പറഞ്ഞു എന്താകും എന്നറിയില്ല, ഇപ്പം കണ്ടീഷൻ ബെറ്ററാണെന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ 3 ദിവസമാണ് ഒട്ടും പ്രതികരണം ഇല്ലാതെ കിടന്ന ആൾ. അതായത് ഒരു മരുന്നിനോടും പ്രതികരിക്കാതെ ഒരു ഫുൾ മിഷ്യൻ്റെ സഹായത്തോടെ മാത്രമായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ കിട്ടില്ല എന്ന് പറഞ്ഞ ആൾ 8-ാം ദിവസം വെൻറ്റിലേറ്റർ റിമൂവ് ചെയ്യാൻ നേരം അവർ പറഞ്ഞു ഇനിയും എന്ത് വേണേലും സംഭവിക്കാം, മാറ്റിക്കഴിയുമ്പോൾ ശ്വാസം മുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട്, അപ്പം ഞങ്ങൾ തൊണ്ട തുളച്ചിട്ടിടും. അതിന് പിന്നെ അവർ എന്നോട് ഒപ്പിട്ട് മേടിച്ചു. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞു ഒന്നും ഉണ്ടാവുകയില്ല, അങ്ങനെ ഒന്നും വരികയില്ല. എൻ്റെ അനിയത്തിക്കും അവളും ഉടമ്പടി എടുത്ത, അവൾക്ക് അതിലും ധൈര്യം. പിന്നെ എല്ലാവരും ഒരുപാട് പേര് പ്രാർത്ഥനയുണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ അന്നേരം മെയ് മാസം കണക്കെ നടക്കുക. അവിടെ പ്രത്യേക പ്രാർത്ഥനയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വെൻറ്റിലേറ്റർ മാറ്റി, ഒരു കുഴപ്പമില്ല, മാസ്ക് വെച്ചു. പിന്നെ ഓക്സിജൻ ലെവൽ കുറേശ്ശായിട്ട് അവർ ഓക്സിജൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നു. അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയപ്പോഴാണ് ഏട്ടൻ എന്നോട് പറയുന്നത്, വെൻറ്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഞാനിവിടെ വന്ന ആ സമയം, പ്രാർത്ഥിച്ച സമയം, ഏട്ടന് ബോധമില്ലാതെ കിടക്കുന്ന ആ സമയത്ത് അമ്മ ചാര കളറിൽ ഏട്ടൻ്റെ അടുത്തോട്ട് വരികയായിരുന്നു. നേരെ ഏട്ടനെ ദേഹത്തിൻ്റെ നേരെ വന്നു, ഞെട്ടി കണ്ണ് തുറന്നു എന്ന് പറഞ്ഞു. കണ്ണ് തുറക്കാൻ നോക്കിയപ്പോൾ പറ്റുന്നില്ല, കണ്ണ് അടച്ച് വെച്ചേക്കുക. കണ്ണിൻ്റെ മേളിൽ ഈ ഇവർ ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു, കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേനും പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ഏട്ടന് ഓർമ്മയുണ്ട്, അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ആദ്യം കാണുന്ന അമ്മയാണ്. അമ്മ അടുത്തോട്ട് വന്നു, കണ്ണ് തുറന്നു. അപ്പോൾ സിസ്റ്റർമാർ പറഞ്ഞു അനീഷ് ബോധം വന്നെന്ന് തോന്നുന്നെന്നും പറഞ്ഞ് അവർ കണ്ണിൻ്റെ ഇത് മാറ്റി പുള്ളി കണ്ണ് തുറന്നു. അവർ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ അതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടേ പോകുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അന്നേരം അന്ന് ബില്ലടയ്ക്കാൻ 1,35,000 രൂപയും കൂടെ ലാസ്റ്റ് ബില്ലടയ്ക്കണം. ആളെല്ലാം ഓക്കെ ആയി വന്നപ്പോഴും ബില്ലടച്ചിട്ടല്ലേ നമുക്ക് പോരാൻ പറ്റത്തുള്ളൂ. അവർ ഡോക്ടർമാർ പറഞ്ഞു ഡിസ്ചാർജായി പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പൈസയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇത്രയും പൈസ 3.5 ലക്ഷം രൂപ, വെറും 4,500 രൂപയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ 3.5 ലക്ഷം രൂപയായി. എൻ്റെ നാട്ടുകാരിൽ സഹായിച്ചു, ബന്ധുക്കാർ സഹായിച്ചു, ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെ രാത്രി 8:30 ബില്ലടച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ആ സമയത്ത് ഇത്രയും അസുഖം ഇത്രയും ക്രിട്ടിക്കലായൊരു മാറി വന്ന ആളാണെങ്കിലും ബോഡി വീക്കാണല്ലോ. അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും മുണ്ടക്കയത്തിന് പിന്നെ ഇവിടുന്ന് 4 മണിക്കൂറോളം ദൂരമുണ്ട് വീട്ടിൽ ചെല്ലേ. എന്നാലും വേണ്ടിയല്ല, എൻ്റെ ചേട്ടനും പറഞ്ഞു നമുക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് വീട്ടിൽ പോയാൽ മതി. ഞങ്ങളിവിടെ വന്നു. രാത്രി 10 മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ഗേറ്റൊക്കെ അടച്ചായിരുന്നു, സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. ഞങ്ങൾ കയറി വന്നു. അവിടെ നമ്മൾ ഉടമ്പടി എടുക്കുന്ന അമ്മയുടെ അടുത്ത് വന്നു. ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല അമ്മയോട് എങ്ങനെ നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. അമ്മ തന്നതാണ് എൻ്റെ ഏട്ടനെ, പോയി എന്ന് പറഞ്ഞെടുത്തുനിന്നാണ്, അമ്മയായിട്ട് തന്നതാണ്. അമ്മയുടെ തൈലം അമ്മയുടെ തേനും കഴിക്കാതെ ഏട്ടന് ഒരു ദിവസം പോലും ഇല്ല. ഡോക്ടർ വായിക്കാത്ത മുറിവ്, അപ്പം ഈ വായിക്കാൻ മുഴുവൻ മുറിവായിരുന്നപ്പോഴായി വെൻറ്റിലേറ്റർ ചെയ്ത് വെച്ചിരുന്നേ. അപ്പോഴത്തേനും അത് കഴിഞ്ഞ് വെൻറ്റിലേറ്റർ മാറ്റിയപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, വായിലെ മുറിവ് എങ്ങനെ ആകും. പക്ഷേ വായിക്കാത്ത മുറിവെല്ലാം മാറി. അത് കഴിഞ്ഞ് ഉപ്പിട്ട്, അമ്മയുടെ ഉപ്പ് മതിയെന്ന് പറഞ്ഞു. ഏട്ടൻ തന്നെ പറയുന്നത് അതിട്ട് വെള്ളം വായിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട് വായിക്കാത്തതെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം വായിക്കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പം എല്ലാ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമലാണ്, BP ഓക്കെയാണ്. പിന്നെ ആൾ ഫുള്ള് റിക്കവറായി.
അവർ പറഞ്ഞു ട്യൂബ് നമുക്ക് എത്രയും പെട്ടെന്ന് എടുത്തേക്കാം, ഈ അടുത്ത ആഴ്ച ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് ട്യൂബ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും 1.5 വർഷമായിട്ടുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം അമ്മയൊന്ന് തൊട്ട് സുഖപ്പെടുത്തിയതോടുകൂടി എല്ലാം എൻ്റെ ഏട്ടനെ വിട്ടുമാറി. ഇന്ന് പൂർണ്ണ ആരോഗ്യവാനായി. ഈ വെന്റിലേറ്ററിൽ 8-ാം തീയതി വരെ കിടന്ന ആളാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് നിന്നത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രം ജീവിച്ച ആളാണ്. അമ്മ മാതാവിൻ്റെ കാരുണ്യമാണ് ഏട്ടൻ്റെ ജീവിതം. ഇനി ഈ ജന്മം ഞങ്ങൾ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. അമ്മ മാതാവിനും യേശുവപ്പനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ എൻ്റെ മകനാണെങ്കിൽ ചേട്ടനുമായിട്ട് ചെറിയൊരു വഴക്കുണ്ടായി. അവർ മിണ്ടാതിരിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് എൻ്റെ ഒരു ഉടമ്പടി വെച്ചിരുന്നത് ഇവർ തമ്മിലൊന്ന് മിണ്ടണം, ഇവർ തമ്മിലുള്ള പിണക്കം മാറണമെന്നായിരുന്നു. ആ മകൻ ആശുപത്രിയിലാകുന്നതിന് മുമ്പ് തന്നെ ഏട്ടന് അവനൊരു ചെറിയ ജോലി കിട്ടിപ്പോയി. കിട്ടിയ പൈസ ആരും പറയാതെ തന്നെ അവൻ കൊണ്ടുപോയി ഇന്ന അപ്പാന്നും പറഞ്ഞ് കൊണ്ടു കൊടുത്തു. അവർ തമ്മിലിപ്പം എല്ലാ പിണക്കവും മറന്നു. അതുപോലെ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ ഏട്ടനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവന് കിട്ടുന്ന ആകെ 10,000 രൂപയുടെ ചെറിയ ശമ്പളത്തിനാണ്. എന്നാൽ പോലും അവൻ അവിടുന്ന് അഡ്വാൻസ് കൂടെ മേടിച്ച് 22,000 രൂപ കൊണ്ടുവന്ന് തന്നു. അമ്മ ഇത് മതിയോ അപ്പായിക്ക് ആശുപത്രി ചിലവിനെന്ന് ചോദിച്ചു. അവനറിയത്തില്ല എത്ര രൂപ ആകും, +2 കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, മോനെ ഇത് നീ ഇപ്പോൾ തന്നത് 22,000 രൂപയ്ക്ക് 22 ലക്ഷത്തിൻ്റെ വിലയുണ്ട് എനിക്ക്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം അവിടെയും ഉണ്ടായി. അതുപോലെ എൻ്റെ അനിയത്തി കെട്ടിച്ചു വിട്ട് വീടില്ല. അവർക്ക് 27 വർഷമായി. അവർ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത് മേളിലൊരു പറമ്പുണ്ട്, അത് വിറ്റിട്ട് എവിടെയെങ്കിലും റോഡ് സൈഡിൽ മേടിച്ച് വീട് വെക്കാമെന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അത് വിൽപ്പന നടക്കുന്നില്ല. അങ്ങനെ അവൾ വാടകയ്ക്കായിരുന്നു. അവൾ എന്നും അത് അവൾക്കൊരു വേദനയായിരുന്നു. അത് അവൾ ഉടമ്പടി വെച്ചിട്ടുണ്ട്, ഞാനും ഉടമ്പടി വെച്ച കാര്യമാണ്. പക്ഷേ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം ഒരു 3.5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വാർക്ക വീട്, അത് അവരായിട്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. അങ്ങനെ അവർ ലോണും ശരിയായി കിട്ടി. അവൾക്കിന്നൊരു ഭവനമായി. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ഉടമ്പടി വെച്ചതും വെക്കാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നും സാമ്പത്തികം എൻ്റെ ചെറിയ തുച്ഛമായ വരുമാനത്തിലാണ് ഞങ്ങൾ 3 മക്കളും എൻ്റെ ഏട്ടൻ്റെ ചിലവും നടക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേരുടെ കാരുണ്യമുണ്ട്. അതുപോലെ എന്നെ ഇത്രത്തോളം എത്തിച്ച അമ്മ മാതാവിനും യേശുവപ്പനും കോടാനുകോടി നന്ദി. ഞാൻ മൈക്കിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. മൈക്ക് ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്ര എനിക്ക് പറയാൻ പറ്റുമോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. അതും അമ്മയുടെ അനുഗ്രഹം. ആദ്യമായി അമ്മയുടെ അടുത്ത് വന്ന് എനിക്ക് മൈക്കിൽ കൂടെ സംസാരിക്കാൻ പറ്റി. എല്ലാം അമ്മയുടെ അനുഗ്രഹം. അമ്മയ്ക്ക് ഒരു കോടാനുകോടി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തും, അങ്ങയുടെ നീതി പ്രഘോഷിക്കും. രാജി അനീഷ് എന്ന അക്രൈസ്തവയായ ഈ കുടുംബനാഥ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാൻസർ രോഗസൗഖ്യം, ന്യൂമോണിയ കൂടി വെന്റിലേറ്ററിലായി യാതൊരു പ്രതീക്ഷയുമില്ല, 5 മണിക്കൂർ മാത്രം സമയം പറഞ്ഞ മകനെയും കൊണ്ട്, ആ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന് പറയുന്ന സാക്ഷ്യം, അത് തിരുവചനം പറയുന്നത് പോലെ വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ആലയമാണിത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആരെയും അമ്മ കൈവിടുന്നില്ല. അമ്മ നിരന്തരം ഇന്നും തൻ്റെ പ്രാർത്ഥനയും പ്രവർത്തനവും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മനുഷ്യ കുടുംബങ്ങൾക്ക് വേണ്ടി, മനുഷ്യ മക്കൾക്ക് വേണ്ടി. അങ്ങനെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം കിട്ടുകയാണ്. ഈ ജൂൺ 8 വരെ വെന്റിലേറ്ററിൽ കഴിഞ്ഞ മകനെയാണ് ഇന്ന് ഈ 18-ാം തീയതി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അമ്മ സാക്ഷിയാക്കുന്നത്. അമ്മയുടെ സാന്നിധ്യം അത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എങ്ങനെ ഈ മകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വെളുപ്പിനെ വന്ന് പ്രാർത്ഥിക്കുകയാണ് ഹസ്ബൻഡ് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ആ മകൻ്റെ അടുത്തേക്ക് സഞ്ചാരി മാതാവ് നാം പറയുന്ന അമ്മ ഓടിച്ചെല്ലുകയാണ്. ആ മകൻ അങ്ങനെയാണ് അവിടെ ഒരു രോഗസൗഖ്യം ആ സമയം തന്നെ അമ്മ കൊടുക്കുന്നു. പിന്നീടാണ് മരുന്നിനോട് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയത്, BP നോർമലാകുന്നത്. അങ്ങനെ ഇപ്പോൾ കുടുംബം ഒന്നിച്ച് അവരിവിടെ വന്നിരിക്കുകയാണ്. പിന്നീട് തൻ്റെ കുടുംബത്തിലുണ്ടായ മറ്റ് കൃപകൾ, ബില്ലടയ്ക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയിൽ
4000 രൂപയും കൊണ്ടുപോയ 4500 രൂപയും കൊണ്ടുപോയ മകള് എങ്ങനെ 3.5 ലക്ഷം ബില്ല് അവിടെ പേ ചെയ്യുന്നു? അതിനൊക്കെ അമ്മ ഒരുക്കുന്ന വഴികളാണ്. നാം ഒരിക്കലും ചിന്തിക്കാത്ത വഴികൾ പലരെയും അമ്മ അവിടെ ഉപകരണമാക്കും. അങ്ങനെ അവരൊക്കെ സഹായിച്ച് ഈ മകളെ ബില്ലൊക്കെ പേ ചെയ്ത് ഇന്നിവിടെ കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.